VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. കൊച്ചിയിൽ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ തിരഞ്ഞ് പോലീസ്. ഇന്നലെ രാത്രി റൂമിൽ നിന്ന് ഇറങ്ങിയോടിയ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് വിവരമില്ല. ലഹരി വസ്തുക്കളുമായി താരം മുങ്ങിയെന്നാണ് സംശയം. ഷൈനെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇപ്പോൾ എവിടെയാണ് ഷൈൻ ടോം ചാക്കോ എന്നതിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഏത് തരത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത്? വ്യാപകമായ ഒരു പരിശോധനയുണ്ടോ? അനുജ, വ്യാപകമായ പോലീസ് പരിശോധനയില്ല. ഷൈനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ കേസിൽ ഒരു പരാതിയോ അല്ലെങ്കിൽ ഇതിലൊരു പരാതിയോ കേസോ എടുത്തിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഷൈനെ കസ്റ്റഡിയിലെടുക്കുക പോലീസിന് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. പോലീസിന് മുൻപിലുള്ളത് ഇന്നലത്തെ ഡാൻസ് ഓഫ് പരിശോധനയും ഷൈൻ ഇറങ്ങി ഓടിയ ആ ദൃശ്യങ്ങളും മാത്രമാണ്. ആ മുറിയിൽ നിന്ന് രാസലഹരിയുടെ സാന്നിധ്യമൊന്നും കണ്ടെത്താനായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് ചില വ്യക്തതകൾ വരുത്തുന്നതിന് വേണ്ടി ഷൈനെ ചോദ്യം ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് നാർക്കോട്ടിക് സെല്ലിൽ എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഷൈന് നോട്ടീസ് നൽകും, വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് ഈ ഹോട്ടൽ മുറിയിൽ നിന്ന് ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. പോലീസ് പറയുന്നത് ഇയാളുടെ പക്കൽ ലഹരി ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് മറക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാകാം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഇന്നലെ രാത്രി 10:58 ഈ ഹോട്ടലിൽ 314 റൂമിൽ ഡാൻസ് ഓഫ് സംഘം എത്തുകയും പരിശോധന നടത്താനുള്ള ശ്രമത്തിനിടയിൽ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തത്. അതിനിടയിൽ ഇയാളുടെ സുഹൃത്തിനെ പോലീസ് ഏകദേശം അരമണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ആ മുറിയിൽ നിന്ന് മറ്റ് വസ്തുക്കളൊന്നും കണ്ടെത്താനായിട്ടില്ല. രാസലഹരിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താനായില്ല. 5 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ മുറിയിലേക്കുള്ള പരിശോധന എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് ഷൈൻ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയായിരുന്നു അത്. പക്ഷേ ഷൈനെ കിട്ടിയില്ല. അതുകൊണ്ട് തുടർ നടപടികളുടെ ഭാഗമായി ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ. ഷൈന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? ഫോൺ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനയുണ്ടോ? ലൊക്കേഷൻ കേന്ദ്രീകരിച്ചൊക്കെ? അനുജ, അത്തരത്തിലൊരു പരിശോധന ഇല്ല. കാരണം ഈ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു പരിശോധനയിലേക്കോ അല്ലെങ്കിൽ ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാമോ ഒരു നിലപാടിലേക്ക് പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലൊരു പരാതിയോ കേസോ ഇല്ല. ആകെ ഉള്ളത് ഈ ഷൈൻ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ചില വിവരങ്ങളും മാത്രമാണ്. അപ്പോൾ അതിൽ വ്യക്തത വരുത്തി ഷൈനെ ചോദ്യം ചെയ്ത് അതിലെന്തെങ്കിലും തരത്തിലുള്ള അപാകതകളൊക്കെ അല്ലെങ്കിൽ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന ഡീലുകളൊക്കെ മനസ്സിലായാൽ ഏതെങ്കിലും സാങ്കേതിക തെളിവുകളോ ഒക്കെ ലഭിച്ചാൽ മാത്രമാണ് ഷൈൻ്റെ അറസ്റ്റോ അല്ലെങ്കിൽ കേസോ പോലുള്ള നടപടിയിലേക്കൊക്കെ പോലീസിന് കടക്കാനാകുക. ഇപ്പോൾ ഈ ഹോട്ടലിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഷൈനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷൈൻ ടോം ചാക്കോയ്ക്കായി വ്യാപകമായൊരു പരിശോധനയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതിനിടെ ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്ന നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനും നടി പരാതി നൽകി. നടിയുടെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എക്സൈസും പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതി അതീവ ഗൗരവമുള്ളതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചെന്നാണ് നടി വിൻസി അലോഷ്യസിന്റെ പരാതി. നടനിൽ നിന്ന് നേരിട്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാടാണെന്നും കർശന നടപടി വേണമെന്നും വിൻസി അലോഷ്യസ് 24 പറഞ്ഞു. എനിക്ക് സിനിമ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ പെരുമാറ്റവും നിർബന്ധമാവണം. അതൊരു മിനിമം അല്ലേ? മിനിമം ആണെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. വിൻസിക്കൊപ്പം സൂത്രവാക്യം എന്ന സിനിമയിൽ അഭിനയിച്ച സഹനടൻ സുഭാഷ് പോണോളിയും ഷൈന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായി 24 പറഞ്ഞു. നിൽക്കണോടത്ത് ഇങ്ങനെ ഒക്കെ കാണിച്ച് ഓരോ ഗോഷ്ഠികൾ കാണിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളുടെ അടുത്തുനിന്ന് മൊബൈൽ മേടിച്ച് നമ്മൾ മുകളിലിടില്ലേ, ഇത് വീണ് പൊട്ടിപ്പോകുന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെയില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുക, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഓടി കയറുക, ചാടി കയറുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നു ആള് ഫുള്ള്. നടിയുടെ വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണുന്നില്ല എന്ന എക്സൈസ് മന്ത്രി MP രാജേഷ് വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് നടിയിൽ നിന്ന് വിവരങ്ങൾ തേടും. പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തൂ. ഇതുവരെ കേസെടുത്തിട്ടില്ലെങ്കിലും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനും എക്സൈസിനും മറുപടി നൽകേണ്ടി വരും. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24.
നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടിക്കൊരുങ്ങി സിനിമാ സംഘടനകൾ. പരാതി അന്വേഷിക്കാൻ 3-അംഗ കമ്മീഷനെ നിയോഗിച്ച് അമ്മ. നടനെതിരെ കടുത്ത നടപടിയെന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് റൺ കൊച്ചി റണ്ണിന്റെ ഭാഗമായി കണ്ടാൽ മതി എന്നായിരുന്നു സഹോദരന്റെ പ്രതികരണം. നടി വിൻസി അലോഷ്യസ് സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെ രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നതായിരുന്നു സിനിമാ സംഘടനകളുടെ നിലപാട്. ഇമെയിൽ മുഖേന പരാതി ലഭിച്ചതോടെ വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അന്വേഷണത്തിന് നിയോഗിച്ചു. വിൻസിയുമായി നേരിട്ട് സംസാരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമ്മ വ്യക്തമാക്കി. എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും വിൻസിക്ക് ഞങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. വിൻസിയുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ. പരാതിയിന്മേൽ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ തീരുമാനം. ലഹരി ഉപയോഗിച്ചിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട്. ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. അതിനകത്തുനിന്ന് ഈ ആള് എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരു അവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതുതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതിൽ ഒരു തെറ്റുമില്ലെന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ജോൺ ചാക്കോ. റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നിട്ട് പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം? ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാരത്തോണൊക്കെ നടക്കാറുണ്ട്. ഇവിടെ മോശമായി പെരുമാറിയെന്ന് ആര് പറഞ്ഞു? അല്ല, ആരുടെ പരാതിയാണ്? എന്നോട് പറഞ്ഞിട്ടില്ല പരാതി. പരാതിക്ക് പിന്നാലെ വിൻസി അലോഷ്യസിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. മോശം പെരുമാറ്റത്തെ എതിർത്ത വിൻസി അലോഷ്യസിന്റെ നടപടി അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുമെന്നായിരുന്നു WCCയുടെ പ്രതികരണം. 24 കൊച്ചി. നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാർ പുലർച്ചെ 3 മണിക്ക് കഞ്ചാവ് കിട്ടണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചുവെന്നും ചിത്രീകരണത്തിന് പല സമയങ്ങളിലും എത്തിയിരുന്നില്ലെന്നും ഹസീബ് മലബാർ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആരോപണം. നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ശ്രീനാഥ് ഭാസി തുടർച്ചയായി കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം. രാത്രി 3 മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനുമുണ്ട്. പേര് ശ്രീനാഥ് ഭാസി എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. 35 ദിവസം കൊണ്ട് തീർക്കേണ്ട ചിത്രീകരണം അവസാനിച്ചത് 120 ദിവസത്തിന് ശേഷമെന്നും ഹസീബ് മലബാർ. രാത്രി ഒരു ദിവസം ഇതേപോലെ ലഹരി വേണമെന്ന് പറഞ്ഞ് എന്റെ കൂടെയുള്ള ആളെ അവിടെ വിളിച്ചു പറഞ്ഞു. ഒരു 2:45 ആയപ്പം കഞ്ചാവ് കിട്ടിയേ പറ്റുള്ളൂ. എന്നെ വിളിച്ചു, എന്റെ കൂടെ നിൽക്കുന്ന പയ്യൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, ഈ പണി പിണക്കണ്ട, പിണക്കാവുന്ന ആളെ വരില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കുക. ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അതുപോലെ അത് ഡീൽ ചെയ്തു. തോന്നും പോലെയാണ് ഷൂട്ടിങ്ങിന് എത്തിയിരുന്നത്. ലഹരി ഉപയോഗം സിനിമാ ചിത്രീകരണത്തെ മോശമായി ബാധിച്ചു. തന്റെ സിനിമയ്ക്ക് കളങ്കമുണ്ടാകുമോ എന്ന് ഭയന്നാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത്. അണിയറ പ്രവർത്തകരുമായി കൂടിയാലോചിച്ചതിനു ശേഷം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും ഹസീബ് മലബാർ. വിഷയത്തിൽ നടൻ ശ്രീനാഥ് ഭാസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ചർച്ചയാകുന്നതിനിടയിലാണ് ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. വഖഫ് ഭേദഗതി നിയമത്തിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിച്ച സുപ്രീം കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര വഖഫ് കൌൺസിലിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകി. കേസ് അടുത്ത മാസം 5-ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തിൽ രേഖാമൂലം നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു. നിയമം സ്റ്റേ ചെയ്യരുതെന്നും വഖഫ് വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്നുമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ഒരാഴ്ച കാലയളവിൽ വഖഫ് കൌൺസിലുകളിലേക്കോ ബോർഡുകളിലേക്കോ നിയമനം നടത്തിയാൽ അത് അസാധുവാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. വഖഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ ഒരു മാറ്റവും വരുത്തില്ലെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ പശ്ചാത്തലം പരിഗണിക്കണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമം സ്റ്റേ ചെയ്യണമെന്നില്ല, എന്നാൽ തൽസ്ഥിതി മാറരുതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ മറുപടി പുനഃപരിശോധിക്കാൻ ഹർജിക്കാർക്ക് 5 ദിവസത്തെ സമയം അനുവദിക്കും. ശേഷം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മുന്നിലെത്തിയ എല്ലാ ഹർജികളിലും വാദം പറ്റില്ലെന്ന് അറിയിച്ച കോടതി 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കി. മറ്റ് ഹർജികൾ അപേക്ഷകളായി പരിഗണിക്കുകയോ തീർപ്പാക്കിയതായി കണക്കാക്കുകയോ ചെയ്യും. മെയ് 5-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി.
വഖഫ് ഭേദഗതി നിയമത്തിലെ സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്കേറ്റ തിരിച്ചടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സുപ്രീംകോടതിയുടെ ഉത്തരവ് ഇന്ത്യ മുന്നണി ഉയർത്തിയ ആശങ്കകൾ ശരിവെക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ സുപ്രീംകോടതി 7 ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും നിലവിലെ വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശം BJPക്കേറ്റ കനത്ത തിരിച്ചടിയാണെന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന് പ്രസക്തിയില്ലെന്ന് സുപ്രീംകോടതി മനസ്സിലാക്കിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സുപ്രീം കോടതി തന്നെ അത് വളരെ ഗൗരവത്തിലെടുത്തു എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമെന്നുള്ളത്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിൽ നിന്ന് മാറേണ്ടി വന്നു എന്നുള്ളതും നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്. സുപ്രീം കോടതിയുടേത് ശ്രദ്ധേയമായ വിധിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ പ്രതികരണം. ഇത് ഒരു ആശ്വാസകരമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്കേറ്റ തിരിച്ചടിയാണ് ഇടക്കാല വിധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ന്യൂനപക്ഷാവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ മേൽ RSSൻ്റെയും BJPയുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്ക് തുടരെ കിട്ടുന്ന അടിയാണത്. വിധിയിലൂടെ സുപ്രീം കോടതി രാജ്യത്തിന് നൽകിയത് വലിയ സന്ദേശമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർലമെന്റിനടുത്ത് പോലും സപ്രസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾ ഒരു വിശാലമായ ചർച്ചയ്ക്ക് സുപ്രീം കോടതി വഴിയൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സുപ്രീം കോടതി വിധി ഉയർത്തി മുനമ്പം വിഷയത്തിലടക്കം BJPയെ പ്രതിരോധിക്കാനാണ് UDF LDF മുന്നണികളുടെ നീക്കം. ന്യൂസ് ഡെസ്ക് 24. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. മുനമ്പം ഭൂമി തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ബിഷപ്പുമാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ആവർത്തിച്ച് BJP. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണെന്ന് K മുരളീധരൻ പരിഹസിച്ചു. വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ പോര് കടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങുന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് തോമസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്നുകൂടി തോമസ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ കൂടി പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായിരിക്കും. എന്നാൽ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം വൈകിപ്പിക്കാമല്ലോ എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. ചർച്ച എന്ന് പറഞ്ഞ അനന്തമായി നീട്ടാവുന്ന മറ്റൊരു വഴിയും ആണല്ലോ, അതായിരിക്കും. അല്ലെങ്കിൽ ഇതിനകം തന്നെ തീരുമാനിക്കാമായിരുന്നു. അതിനിടെ മുനമ്പം നിവാസികൾക്ക് നീതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന നിലപാട് ആവർത്തിച്ച് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. അവർക്ക് ആവശ്യം നീതിയാണ്. നീതി ലഭിക്കേണ്ടത് നീതിന്യായ പീഠത്തിൽ നിന്നാണ്. അവർക്ക് റവന്യൂ അധികാരങ്ങൾ വിട്ടുകൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. റവന്യൂ അധികാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആർക്കാണ്? അത് കേരള ഗവൺമെൻറ്റിനാണ്. നിയമവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കിരൺ റിജിജു പറഞ്ഞു, അത് റവന്യൂ അധികാരങ്ങൾ അവർക്ക് നേടിയെടുത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണെന്നായിരുന്നു K മുരളീധരന്റെ പരിഹാസം. മുനമ്പം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്താനുള്ള ഇടപെടലാണ് ചിലർ നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മുനമ്പം വിഷയത്തിൽ എല്ലാ കക്ഷികളെയും വിളിച്ചുവരുത്തി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗ് ഏത് സഹായത്തിനും തയ്യാറാണെന്നും കോഴിക്കോട് ബിഷപ്പ് കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് പ്രതികരിക്കുന്നയാളെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് തീർക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് അതിൻ്റെ ഒരു പരിഹാരം അവിടെ തന്നെ. അപ്പോൾ ഈ പുതിയ വഖഫ് നിയമമൊന്നും അതിന് പരിഹാരമല്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു. ഇപ്പോൾ ആദരണീയനായ കോഴിക്കോട് ബിഷപ്പും അതിനെ പറയുകയുണ്ടായി. അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അതിൽ ഗവൺമെൻറ് അതിൽ ഇടപെടണമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ്. ഇനി നോക്കാം ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.